ഈ നിയമസഭ അടുത്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് BJP-യുടെ 3 MLA-മാർ ഇതിനകത്തുണ്ടാകും. ഈ പൂട്ട് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വി ശിവൻകുട്ടിക്കുള്ള കനത്ത മറുപടിയാണ് BJP നൽകിയത്. ശിവൻകുട്ടി ഇരട്ട പൂട്ടിട്ട് പൂട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ആ പൂട്ട് പൊട്ടാനുള്ള പൂട്ടാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ BJP ഇല്ലാത്ത ഒരു നിയമസഭ കേരളത്തിന് ഉണ്ടാവില്ല. അത് ഇനി വരുന്ന നാളുകളിൽ ഇവരുടെ ഈ പറയുന്ന എല്ലാ കാപട്യങ്ങളും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കും. അവരിലേക്ക് വികസനം എത്തിക്കുന്നത് NDA മാത്രമാണെന്ന് അവർ മനസ്സിലാക്കും. കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ദേശീയതയുടെ ശബ്ദമുൾപ്പെടെ ഈ നിയമസഭയ്ക്കകത്ത് ഇനി ഉയരും. ഈ കേരളത്തിൽ അധികാരത്തിൽ ഞങ്ങൾ വരുന്ന നാളുകൾ വിദൂരമല്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളത്തിലെ എല്ലാ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളും എല്ലാ മുന്നണികളും എല്ലാ സംവിധാനങ്ങളും BJP പരാജയപ്പെടാൻ ഒരുപോലെ പരിശ്രമിച്ചിട്ടും ഞങ്ങൾ 3 ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ബംഗാളിൽ ഞങ്ങൾക്ക് 2006-ൽ 3 MLA-മാരാണ് ഉണ്ടായിരുന്നത്. ഇന്നേ നിമിഷം ഞങ്ങൾ ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയാണ്. കുറിച്ചു വെച്ചോളൂ, ഇവിടുത്തെ നിയമസഭയ്ക്കകത്ത് BJP കേരളം ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ അടി ജനങ്ങൾ അടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കേരള നിയമസഭയുടെ മുന്നിലാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കേരള നിയമസഭ. നമുക്കറിയാം 3 BJP MLA-മാരാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ആഘോഷങ്ങളാണ് കേരളത്തിലൊട്ടാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത് യുവമോർച്ചയുടെ കുറച്ച് ചുണക്കുട്ടികളാണ്. അവരോട് തന്നെ ചോദിക്കാം എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളതെല്ലാം. നമുക്ക് ആദ്യം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനമാണ്. നിയമസഭയുടെ മുന്നിലാണ് 3 MLA-മാരെയാണ് നമ്മൾ നിയമസഭയിലേക്ക് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് എത്രമാത്രം ആവേശമുണ്ട് എന്നുള്ളത്, ഈ ജനങ്ങളെ സേവിക്കാനുള്ളൊരു അവസരം ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ആവേശം. രണ്ടാമത്തെ കാര്യം, ഈ കേരള നിയമസഭയ്ക്കകത്ത് ഒരുപാട് തരത്തിലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയങ്ങളെല്ലാം പാസ്സാവുന്ന സമയത്ത് ഏകപക്ഷീയമായാണ് അത് പാസ്സാവാറുള്ളത്. 140 MLA-മാരും വോട്ട് ചെയ്തിട്ടാണ് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രമേയങ്ങളും ഈ നിയമസഭയ്ക്കകത്ത് ഇരുന്നവർ പാസ്സാക്കിയെടുത്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, ഇനി രാജ്യത്തിനെതിരായിട്ടുള്ളൊരു പ്രമേയം ഏകപക്ഷീയമായി ഇനി ഇന്ത്യ മുന്നണിക്ക് ഇതിനകത്ത് പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവേശവും ജനങ്ങളുടെ ഉത്തരവാദിത്വവും. രണ്ടാമത്തെ ഞങ്ങളുടെ കാര്യം, BJP പരാജയപ്പെടും എന്ന് വ്യാപകമായി പ്രചരണം നടത്തി. എല്ലാ വോട്ട് സമവാക്യങ്ങളെയും BJP-ക്കെതിരായിട്ട് അണിനിരത്തി. വർഗീയ കക്ഷികളെല്ലാം കൂട്ടുപിടിച്ച് BJP-യെ പരാജയപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി. എന്നിട്ടും ഈ നിയമസഭയ്ക്കകത്ത് ഈ നിയമസഭ അടുത്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് BJP-യുടെ 3 MLA-മാർ ഇതിനകത്തുണ്ടാകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആവേശവും ജനങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദിയും ഇവിടെ സൂചിപ്പിക്കാറ്. നമുക്കറിയാം 3 പേരും അത്രയും കരുത്തുറ്റ മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ പൂട്ട് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വി ശിവൻകുട്ടിക്കുള്ള കനത്ത മറുപടിയാണ് BJP നൽകിയത്. ഒപ്പം തന്നെ കടകംപള്ളി, നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടാണ് വി മുരളീധരൻ നിയമസഭയിലേക്ക് എത്തുന്നത്. ചാത്തന്നൂരിലെ വിജയം അത്രത്തോളം മാസ്മരികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ വിജയങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ 3 വിജയങ്ങളെ നോക്കുന്ന സമയത്ത്, ഒന്ന് വിശ്വാസികളോടൊപ്പം ചേർന്ന് നടന്ന് അവരെ ഒറ്റിയാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അവരോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഒറ്റി, അവരെ പലതവണ ചതിച്ച് ക്ഷേത്രവിശ്വാസങ്ങളെ തകർത്ത് ശബരിമല വിശ്വാസങ്ങൾക്കെതിരായി ഈ തീരുമാനമെടുക്കാൻ കടകംപള്ളി സുരേന്ദ്രന് ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്നുള്ള സ്ഥാനം ഉപയോഗിക്കാൻ പറ്റി. അതിന് ജനങ്ങൾ കൊടുത്ത ചുട്ട മറുപടിയാണ് കഴക്കൂട്ടത്തുള്ളത്. രണ്ടാമത്, ഒരു തെരഞ്ഞെടുപ്പിനെ അവിടെ നിന്ന് പരിശ്രമിച്ച് ആ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചിട്ടാണ് വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ ഈ നിയമസഭയ്ക്കകത്ത് വരുന്നത്. പരാജയപ്പെടുത്താനുള്ള എല്ലാ വഴിയും അവർ ചേർത്ത് വെച്ചു. ഇനി നേമത്ത് ശിവൻകുട്ടിയുടെ പൂട്ട്, ശിവൻകുട്ടി ഇരട്ട പൂട്ടിട്ട് പൂട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ആ പൂട്ട് പൊട്ടാനുള്ള പൂട്ടാണ് എന്നുള്ളതിലൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പൂട്ട് പൊട്ടിച്ചു. ആ പൂട്ട് പൊട്ടിച്ച ആളെന്ന് പറയുന്നത് ലോകാരാധ്യനായിട്ടൊരു മനുഷ്യൻ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ വികസനം ചർച്ച ചെയ്ത മനുഷ്യൻ, ആ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യൻ, ജാതിയുടെയും മതത്തിൻ്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൻ്റെ മണ്ണിൽ ചർച്ച ചെയ്തപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിളിച്ചിരുത്തി ഞങ്ങൾ 75% കേരളത്തിൻ്റെ വികസനം പറയിപ്പിക്കും എന്ന ആർജവത്തോട് പറഞ്ഞ മനുഷ്യൻ വികസനവുമായി ഇവിടെ MLA ആയി പോകുന്നുണ്ട്. BB ഗോപകുമാർ സാർ 2000 വോട്ട് മാത്രം BJP-ക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു മണ്ഡലത്തിലേക്ക് പോയി. ആ മണ്ഡലത്തിൽ നിന്ന് ഇന്ന് ജയിച്ചു വരുന്ന സമയത്ത് 4000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുള്ള ആധികാരികമായ വിജയവുമായിട്ടാണ് BB ഗോപകുമാർ സാർ പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളും എല്ലാ മുന്നണികളും എല്ലാ സംവിധാനങ്ങളും BJP പരാജയപ്പെടാൻ ഒരുപോലെ പരിശ്രമിച്ചിട്ടും ഞങ്ങൾ 3 ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ബംഗാളിൽ ഞങ്ങൾക്ക് 2006-ൽ 3 MLA-മാരാണ് ഉണ്ടായിരുന്നത്. ഇന്നേ നിമിഷം
ഞങ്ങൾ ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയാണ്, കുറിച്ചു വെച്ചോളൂ. ഇന്ന് യുവമോർച്ചയുടെ പ്രവർത്തകരാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാം. ഈ നിയമസഭയ്ക്കകത്ത് ഞങ്ങളിവിടെ നിൽക്കുന്നു. ഇവിടുത്തെ നിയമസഭയ്ക്കകത്ത് BJP കേരളം ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ അടി ജനങ്ങൾ അടിച്ചിരിക്കുകയാണ്. അതാണ് ഈ 3 MLA എന്നുള്ളത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം 3 പേരാണെങ്കിലും 300 പേരുടെ പവറുമായിട്ടാണ് BJP സ്ഥാനാർത്ഥികൾ എല്ലാവരും BJPയിൽ വിജയിച്ച എല്ലാവരും നിയമസഭയിലേക്ക് എത്തുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു അദീന? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് പറയുന്നു, ഇനി BJP ഇല്ലാത്ത ഒരു നിയമസഭ കേരളത്തിന് ഉണ്ടാവില്ല എന്നുള്ളത്. മാത്രമല്ല, ഇത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും ബേസിക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പ്രവർത്തകരുടെയും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ബലിദാനികളുടെയും കൂടി വിജയമാണ്. ആ വിജയത്തെ വളരെ വൈകാരികമായി തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വളരെ സന്തോഷം എന്നതിനപ്പുറത്തേക്ക് വളരെ വൈകാരികമായി. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP ജയിക്കില്ല എന്നും BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രമാണ് അവർ സൈബർ ഇടങ്ങളിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകളെ അപമാനിച്ചിട്ടുള്ളതെന്ന് കേരള സമൂഹം നോക്കിക്കണ്ടതാണ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ജിക്കെതിരെ എത്രമാത്രം ആരോപണങ്ങളാണ് അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി മുന്നോട്ട് നടക്കില്ല. നമുക്കറിയാം, മഞ്ചേശ്വരത്ത് സുരേന്ദ്രേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ SDPയും PDPയും UDFും LDFും എല്ലാവരും ഒരുമിച്ചാണ് നിന്നത്. അത് LDFിൻ്റെ വോട്ട് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സകലമാന വോട്ട് മൂറ്റി UDFിന് കൊടുത്തിട്ടാണ് സുരേന്ദ്രേട്ടനെ തോൽപ്പിക്കാൻ. അത് മുഴുവൻ പ്രതിപക്ഷത്ത് നിന്നവരും ഭരണപക്ഷത്ത് നിന്നവരും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് സുരേന്ദ്രേട്ടനെ പോലുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറെ തോൽപ്പിച്ചത്. ഒരു പക്ഷേ ഇവർ ഈ പറയുന്നത് പോലെ ഇത്രയും വലിയ നാടകങ്ങളൊന്നും കേരളത്തിൽ കാണിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിതിലും അധികം സീറ്റുകൾ കിട്ടുമായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, ഇനി വരുന്ന നാളുകളിൽ ഇവരുടെ ഈ പറയുന്ന എല്ലാ കാപട്യങ്ങളും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കും. അവരിലേക്ക് വികസനം എത്തിക്കുന്നത് NDA മാത്രമാണെന്ന് അവർ മനസ്സിലാക്കും. തീർച്ചയായിട്ടും NDAക്ക് വോട്ട് കുത്താതെ NDA ഭരണപക്ഷത്തേക്ക് കൊണ്ടുവരാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങും. കേരളത്തിലെ ജനങ്ങളെല്ലാം പലപ്പോഴും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. BJPയുടെയും ഒക്കെ പ്രവർത്തകർ ഇതുവഴി പോകുമ്പോൾ കളിയാക്കാൻ. ഇവിടെ ഒരു കാലവും ഞങ്ങൾക്ക് ഇവിടെ ഒരു അവസരം ഉണ്ടാകില്ല, ഇതിനകത്ത് ജനങ്ങൾ ഞങ്ങളെ കയറ്റില്ല, ഇതെല്ലാം ഇവരുടെ തറവാട്ട് സ്വത്താണെന്ന കണക്കാണ് ഇരു കൂട്ടരും ഇവിടെ വച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജനങ്ങൾ തന്ന വിധിയെഴുത്തിൽ ഇന്ന് ഇതിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കേട്ടില്ല എന്നും ഞങ്ങളെ പുറത്തു നിർത്തുമെന്നും മുൻപ് കളിയാക്കിയിരുന്നവർ ജനങ്ങളെ നോക്കി വെല്ലുവിളിച്ചിട്ടാണ് ഞങ്ങളെ കളിയാക്കിയിരുന്നത്. ആ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവകാശത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി തല ഉയർത്തി ഇന്ന് ഈ നിയമസഭയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം ഞങ്ങളെ കളിയാക്കിയിരുന്നവർ, ഞങ്ങളെ ചിരിച്ചിരുന്നവർ, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരാളുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് ഓർമ്മിപ്പിക്കണമെന്ന് കൂടി മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. വളരെ സന്തോഷമാണ്, വളരെ ആവേശമാണ്. കേരളത്തിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒന്ന് പൂട്ടിച്ചപ്പോൾ, ഒന്നിനെ പൂട്ടിച്ചപ്പോൾ 3ആയിട്ട് അതിനെ തുറന്നുകൊണ്ട്, മണിച്ചിത്ര താഴുകൊണ്ട് അതിനെ തുറന്നുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ നിയമസഭയ്ക്കകത്ത് ഇനി ഉയരാൻ പോകുന്ന ശബ്ദം, ദേശീയതയുടെ ശബ്ദം ഉൾപ്പെടെ ഈ നിയമസഭയ്ക്കകത്ത് ഇനി ഉയരും. ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇനി ഒരു കാര്യങ്ങളും ഒറ്റയ്ക്ക് അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് ഞങ്ങൾ എതിർക്കാനുള്ളതിനെല്ലാം എതിർക്കും. ദേശീയതയെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കേരളത്തിൽ അധികാരത്തിൽ ഞങ്ങൾ വരുന്ന നാളുകൾ ഇനി വിദൂരമല്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ ആവേശത്തിലാണ്, വളരെ സന്തോഷത്തിലാണ് ഇന്ന് കേരളത്തിലെ BJP പ്രവർത്തകർ. മാറാത്തത് മാറുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് മാറ്റി കാണിച്ചു കൊടുത്തിരിക്കുക കൂടിയാണ്. ഏറെ പ്രതീക്ഷയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം. ഇനിയും കേരളം മാറട്ടെ എന്നുള്ളത് തന്നെയല്ലേ? അല്ല, തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വശം, ഇവിടെ അദീന സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ച ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷന് വേണ്ടി, പ്രത്യേകിച്ച് വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് നേടി അധികാരത്തിലെത്താമെന്ന് കാണിച്ചതിൻ്റെ ജനം തിരിച്ചറിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 3000-ലധികം വോട്ട് കൂടുതലാണ് കെ സുരേന്ദ്രൻ ഇത്തവണ അടുത്ത ജനങ്ങൾ കൊടുത്തത്. പക്ഷേ 1 ലക്ഷം വോട്ടുകൾ കൃത്യമായിട്ട് അതിൽ വർഗീയ ശക്തികൾ പ്രത്യേകമായി പ്ലാൻ ചെയ്ത് അവിടെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്ത് പലതവണയായി പുറകിലോട്ട് പോകുന്നത് എഴുതി കാണിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. രാഷ്ട്രീയപരമായി 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ അവരെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗതികേടുണ്ടായത്. വർഗീയ ശക്തികളെ ചേർത്ത് പിടിച്ച് UDF ഇവിടെ ഇരുന്നിട്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയത ശക്തികൾക്ക് താലോട്ട് പാടി അവരെ വളർത്തി ഈ കേരളത്തെ മുടിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുമ്പോഴും അകത്ത് 3 പേരുടെ ശബ്ദം ഉൾപ്പെടെ പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും ഒക്കെ ശബ്ദം ഇവിടെ തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തിൽ തന്നെയാണ് യുവമോർച്ചയുടെ പ്രവർത്തകരും എല്ലാ പാർട്ടിയിലുള്ള പ്രവർത്തകരും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.